ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനും ബാലണ്ണനും രാജപ്പനും ഒക്കെ കൂടിയിരുന്ന് മദ്യപിക്കുകയാണ്. അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പ്രകാശനാണെങ്കിലോ ഭൂമിയിലും അല്ല ആകാശത്തും അല്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പ്രകാശിൻ്റെ അമ്മയൊക്കെ അടുത്തേക്ക് വന്നു. എടാ പ്രകാശ, നിങ്ങളെല്ലാവരും കൂടി മിനുങ്ങുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു തുള്ളി താടാ, അമ്മയും കഴിക്കുന്നതാണല്ലോ. എൻ്റെ അമ്മ എൻ്റെ കൂട്ടുകാരനെ മുന്നിൽ വെച്ച് എന്നെ നാറ്റിക്കരുത്. അമ്മയ്ക്ക് വേണ്ടത് ഞാൻ റൂമിൽ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം അല്ല, നമ്മളിങ്ങനെ മദ്യപിച്ചിരുന്നാൽ മതിയോ, നമുക്കിതങ്ങ് കളറാക്കണ്ടേന്നും പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് അവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ നിലത്തൊന്നും അല്ല, മുത്തശ്ശിക്ക് നമ്മുടെ പ്രകാശൻ റൂമിൽ കൊണ്ടുപോയി വെച്ച സംഭവം രഹസ്യമായിട്ട് നമ്മുടെ മുത്തശ്ശി പോയി അടിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി നല്ല മൂഡിൽ വന്നു. അതിനുശേഷമാണെങ്കിലോ എല്ലാവരും കൂടി ആ പ്രകാശൻ്റെ മഞ്ഞൾ കല്യാണം അങ്ങ് തകർത്ത് കൊണ്ടാടുകയാണ്. അപ്പം ഇവിടെ ഈ മഞ്ഞളും കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും ഒക്കെ അപ്പം തന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി പറഞ്ഞു, സന്തോഷിക്കട്ടെ, അങ്ങോട്ട് സന്തോഷിക്കട്ടെ. നാളെ രജിസ്റ്റർ ഓഫീസിൽ എത്തുന്ന അവൻ്റെ അടപ്പ് തെറിക്കും. അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവൻ്റെ സന്തോഷവും അവൻ്റെ അമ്മയുടെ ഈ ഒരു കൂത്തും ഒക്കെ നാളത്തെ കൊണ്ട് അവസാനിക്കും. തള്ളയും മകനും കൂടി തെരുവ് തോറും നടന്ന് തെണ്ടി നടക്കുന്ന കാഴ്ച അത് അധികം താമസിക്കാതെ നമുക്ക് കാണാൻ പറ്റും മോളെ. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ രണ്ടുപേരും ഇത്രയും കഷ്ടപ്പെട്ടത് എന്നുകൂടി ലക്ഷ്മി അമ്മ പറയുകയാണ്. പിന്നീട് പിറ്റേ ദിവസമായി. ഈ ദിവസം വരുമ്പോഴത്തേക്കിനും നമ്മുടെ പ്രകാശന്റെ പതനം ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ദീപയും അതുപോലെ തന്നെ കല്യാണിയും ഒക്കെ അതിരാവിലെ തന്നെ എഴുന്നേറ്റു. അതിനുശേഷം ദീപയാണെങ്കിൽ ഇന്നാണല്ലോ ആ കാലന്റെ കടുംകെട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിക്കുക മോളെ, അമ്മ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് ദീപ അമ്പലത്തിലേക്ക് രാവിലെ പോവുക. അപ്പം പ്രകാശനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പുള്ളിക്കാരൻ ആ ജുബ്ബയൊക്കെ എടുത്തിട്ടു. അതിനുശേഷം അമ്മയോട് പറയുക, അമ്മേ ഞാൻ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരാം. ആ ദേവിയുടെ ഒരു അനുഗ്രഹം നമുക്കുള്ളത് എപ്പോഴും നല്ലതാണല്ലോ. അങ്ങനെ അമ്പലത്തിൽ പോയ പ്രകാശൻ അവിടെ വെച്ചതാ നമ്മുടെ ദീപയെ കാണുകയാണ്. ദീപയെ കണ്ടതും ദീപയുടെ അടുത്ത് ചെന്നിട്ട്, നീ ഇന്ന് വന്നോ? എൻ്റെ കല്യാണം നടക്കരുതെന്നെങ്ങാനും പ്രാർത്ഥിക്കാനായിരിക്കും അല്ലേ നീ ഇവിടെ വന്നത്? എടി, നിന്റെയും നിന്റെ മകളുടെയും നിന്റെ മരുമോൻ്റെയും ഒന്നും മനസ്സിലെടുപ്പ് നടക്കാനേ പോകുന്നില്ല. ഞാനും എൻ്റെ മകനും ഒക്കെ ഉയരങ്ങളിലൂടെ അങ്ങനെ പോകും. നീയൊക്കെ ആണെങ്കിലോ മൂക്കും കൊത്തി താഴെ വീഴും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. ദീപയാണെങ്കിൽ അവനോട് പ്രത്യേകിച്ചൊന്നും തന്നെ സംസാരിക്കാനില്ലാണ്ട് അവിടുന്ന് പോവാ, ഒഴിഞ്ഞു മാറി പോവാ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പ്രകാശൻ തകർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ദീപയുടെ മാസ എൻട്രി ഒക്കെ ഉണ്ട്. അവിടെ പ്രകാശ് നേരെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടുന്ന് നേരെ പുള്ളിക്കാരൻ വീട്ടിലേക്ക് പോവുക. അപ്പം പെട്ടെന്ന് എന്ന് ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങണമല്ലോ. അതിനുവേണ്ടി പ്രകാശനെ ഒരുക്കാൻ കൂട്ടുകാരൊക്കെ അവിടെ സജ്ജരായിട്ട് നിൽക്കുകയാണ്. അവർ പറഞ്ഞതുപോലെ ഒരു സ്വർണ്ണ തലപ്പാവൊക്കെ നമ്മുടെ പ്രകാശന് വെച്ചു കൊടുക്കുക. പ്രകാശൻ ഭയങ്കര സന്തോഷത്തിൽ, എടാ ഇത് കൊള്ളാലോ, എൻ്റെ പൊന്നു ബാലണ്ണ, എൻ്റെ ആദ്യത്തെ കല്യാണം ഇത്രയൊന്നും കളറല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു കോടീശ്വരിയാണ്. നാളെ അവിടെ ചെല്ലുമ്പം എന്തൊക്കെയായിരിക്കും ഭഗവാനെ, എനിക്കത് ആലോചിച്ചിട്ട് ഇരിക്കപ്പുറതിയില്ല. എന്തായാലും ഇന്ന് വിവാഹശേഷം ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലേക്കായിരിക്കും വരുന്നത്. അതും എൻ്റെ വലത് കാലെടുത്ത് വെച്ച് കയറുന്ന ദിവസം എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ മേല. പിന്നെ അണ്ണന്മാരെ നിങ്ങളെല്ലാവരും കൂടി സെറ്റ് ചെയ്ത് തന്ന ഈ തൊപ്പി എനിക്ക് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ തൊപ്പിയുടെ ചന്തമൊക്കെ നോക്കുക. ഒരു സ്വർണ്ണ തൊപ്പിയും നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു കുർത്തയൊക്കെ ഇട്ട് പ്രകാശൻ മണവാളനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുക. ഈ സമയം നമ്മുടെ കല്യാണിയും കിരണും ഒക്കെ അവരും അവരുടെ വീട്ടിൽ ഒരുങ്ങുക. കാർത്തിക ചേച്ചി പറഞ്ഞതനുസരിച്ച് രജിസ്റ്റർ ഓഫീസിൽ 10:30 ആകുമ്പോൾ എത്തണം. ആ സമയത്താണ് നമ്മുടെ പ്രകാശൻ്റെ ശിക്ഷ നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കല്യാണിയും കിരണും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ പ്രകാശനാണെങ്കിലോ ഇനി സമയം കളയണ്ട, രാഹുകാലത്തിന് മുന്നേ അമ്മയുടെ അനുഗ്രഹവും വാങ്ങിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്നും പറഞ്ഞ് നമ്മുടെ മൂങ്ങ അവിടെ പിടിച്ചു നിർത്തി മൂങ്ങയുടെ കാലൊക്കെ തൊട്ട് വണങ്ങി പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ രജിസ്റ്റർ ഓഫീസ് ലക്ഷ്യമാക്കി ഇറങ്ങുന്ന പ്രകാശനെ അവിടെ കാത്തിരിക്കുന്നതും മറ്റു ചില ആൾക്കാരാണ്. രാവിലെ ഫുൾ വിശേഷമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.